ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 58, ശ്ലോകം 3-4. പീതാംബരം കരവിരാജിന ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 3. തദനു സഹായൈർദൂരമന്വേഷ്യ ശൗരേ ഗളിതസരണീ മുഞ്ചാരണ്യ സഞ്ചാരകേരം പശുകുലമവിവീക്ഷ്യ ക്ഷിപ്രമാനേതുമാരാൽ ത്വയി ഗരവരീഹി സർവതോ അഗ്നിർജുംബേ. അന്വയം അർത്ഥം. ഹേ ശൗരേ, സൂരസേന വംശത്തിൽ ജനിച്ചവനെ, തദനു അനന്തരം, സഖായേ സഹായന്മാരോടുകൂടി, കൂട്ടുകാരോടുകൂടി, ദൂരം അന്വേഷ്യ, വളരെ ദൂരത്തിൽ ചെന്ന് അന്വേഷിച്ചിട്ട്, ഗളിതസരണി മുഞ്ചാരണ്യ സഞ്ജാതഖേദം, വഴിതെറ്റുന്ന മുഞ്ഞവനത്തിൽ അകപ്പെട്ടു വലയുന്ന പശുകുലം, പശുക്കൂട്ടത്തെ, അവിഭീക്ഷ്യ കണ്ടെത്തി, ക്ഷിപ്രമാനേതും വേഗം കൊണ്ടുവരുന്നതിന്, ത്വയി അവിടുന്ന്, ആരാർ അടുക്കൽ, ഗതവതി ചെന്നു ചേർന്നപ്പോൾ, ഹീഹി കഷ്ടം കഷ്ടം, സർവത നാല് ഭാഗത്തും, അഗ്നി തീ, ജജുർബേ കത്തിപ്പടർന്നു. ഹരിവു. സാരം. പ്രലംബവധത്തിനു ശേഷം പശുക്കളെ അന്വേഷിച്ച് അനുയായികളോടുകൂടി ദൂരെ എത്തിയ ഭഗവാൻ അവയെ കണ്ടെത്തി വേഗം വൃജത്തിലെത്തിക്കാൻ വേണ്ടി അവരോടടുത്തപ്പോൾ ഭയങ്കരമായ കാട്ടുതീ പടർന്നു പിടിച്ചു. ഹരിവു. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 4. സകലഹരിദീപ്തേ ഘോരഭാങ്കാരഭീമേ ശിഖിനി വിഗിതമാർഗ അർദ്ധദഗ്ധായി വാർത്താഃ അഖഭുവനബന്ധോ ഭാഗി ഭാഗീതി സർവേ ശരണൗ ഭഗതസ്ത്വാം താപഹർത്താരമേകം. അന്വയം അർത്ഥം. ഘോര ഭാങ്കാര ഭീമേ, ഉച്ചത്തിൽ മുഴങ്ങുന്ന ഓങ്കാരധ്വനി കൊണ്ട് ഭയങ്കരമായ, ശിഖിനി അഗ്നി, സകല ഹരിതി എല്ലാ ദിക്കിലും, ദീപ്തേ എരിഞ്ഞ് ഉയർന്നപ്പോൾ, വിഗതമാർഗ വഴി അടയപ്പെട്ടവരും, അർത്ഥദഗ്ധ ഇവ പകുതി ദഹിച്ചതുപോലെ, ആർത്തഹ ദുഃഖിതരുമായ, സർവേ സകലരും, അഹഹ അയ്യോ കഷ്ടം കഷ്ടം, ഭുവനബന്ധു ലോകബന്ധുവായിട്ടുള്ളവനെ, പാകി പാകി ഞങ്ങളെ രക്ഷിച്ചാലും ഇതി എന്നുച്ചത്തിൽ പറഞ്ഞുകൊണ്ട്, ഏകം ഒരേയൊരു, താപഹർത്താരം ദുഃഖകരമായ, ത്വാം അങ്ങയെ, ശരണമായി ഉപഗതാഹ പ്രാപിച്ചു. ഹരിവു. സാരം. അതിഭയങ്കര ശബ്ദത്തോടുകൂടി കാട്ടുതീ ഉയർന്നു കത്തിയപ്പോൾ മാർഗമടഞ്ഞ് ദുഃഖിതരായി തീർന്ന ഗോപന്മാരും ഗോക്കളും ഹാഹാരവത്തോടുകൂടി